യെസ്, അന്ന് ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനങ്ങൾ. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. ഈ മഴയ്ക്കൊപ്പം മഴക്കെടുതികളുടെ വാർത്തകൾ കൂടി വരുന്നുണ്ട്. കനത്ത മഴയിൽ തൃശൂർ പോന്നോർത്താഴം പടവിലെ ബണ്ട് തകർന്ന് വ്യാപക കൃഷിനാശമുണ്ടായിട്ടുണ്ട്. 265 ഏക്കറിലധികം സ്ഥലത്തെ നെൽകൃഷിയാണ് നശിച്ചത്. കർഷകർ നടാൻ കരുതി വച്ചിരുന്ന ഞാറും വെള്ളം പൊങ്ങിയതോടെ നശിച്ചുപോയി. യെസ്, എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് കൂടെ നോക്കേണ്ടതുണ്ട്. നടരാജ് പരശുരാം വിവരങ്ങൾ നൽകും. നടരാജ്, ഈ മഴ വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. ഇപ്പോൾ തൃശ്ശൂരിലാണ് അങ്ങനെ ഒരു വലിയ കൃഷിനാശത്തിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? എത്രത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നാണ് നടരാജ് വിലയിരുത്തുന്നത്? ജിൽസി, പറപ്പൂർ ഭാഗത്ത് ഏതാണ്ട് 265 ഏക്കറോളം കൃഷിയിലാണ് ഇത്തരത്തിലൊരു നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. നമുക്കറിയാവുന്ന പോലെ തൃശ്ശൂരിൽ പല ഭാഗങ്ങളിലും കോൾപ്പടവുകളിലാണ് കൃഷി നടക്കുന്നത്. ഇരിപ്പു കൃഷി രീതിയാണ് ഇവിടെ തുടരുന്നത്. വർഷത്തിൽ 2 തവണ കൃഷി ചെയ്യുന്ന കൃഷി രീതിയാണ് ഇരിപ്പു കൃഷി. അതുകൊണ്ട് തന്നെ കൃത്യസമയം പാലിക്കേണ്ടതിന് അത്യാവശ്യമാണ്. പക്ഷേ ഈ ഭാഗത്ത് ചണ്ടി കെട്ടി നിന്ന് മൂലം പല സ്ഥലങ്ങളിലും വെള്ളം കെട്ടി നിന്നതാണ് ബണ്ട് പെട്ടെന്ന് തകരാൻ കാരണമായത്. ബണ്ട് തകർന്നതോടുകൂടി വെള്ളം ഏതാണ്ട് എല്ലാ കൃഷിയിടങ്ങളിലേക്കും വ്യാപിക്കുന്നൊരു സാഹചര്യമുണ്ടായി. ഏതാണ്ട് 20 ദിവസം പ്രായമായി ഞാറ് വിളഞ്ഞു നിന്നിരുന്നു, ഞാറ് വളർന്നു നിന്നിരുന്നു. ഈ ഞാറുകളൊക്കെ തന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോയി എന്നുള്ളതാണ് കർഷകർ പറയുന്നത്. അതുപോലെ തന്നെ ഇനി വിതയ്ക്കാനായി എടുത്തു വെച്ചിരുന്ന വിത്തുകൾ പല സ്ഥലത്തും സൂക്ഷിച്ചിരുന്നൊക്കെ തന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോയി. വളരെ നഷ്ടമുണ്ടാക്കുന്ന, ലക്ഷക്കണക്കിന് രൂപ നഷ്ടമുണ്ടാക്കുന്ന ഒരു ദുരന്തമാണ് സംഭവിച്ചത് എന്നാണ് കർഷകർ പറയുന്നത്. എല്ലാവരും കടമെടുത്തും സ്വർണം പണയം വെച്ചുമൊക്കെയാണ് ഈ കൃഷിയിലോട്ട് ഇറങ്ങിയത്. അതൊക്കെ തന്നെ വലിയ നഷ്ടം സംഭവിച്ചു. അതിൻ്റെ ഒരു ഞെട്ടലും ദുഃഖവും കർഷകർ പങ്കുവയ്ക്കുന്നത്. ഏതാണ്ട് 265 ഏക്കറോളം സ്ഥലത്ത് ഇത്തരത്തിൽ വെള്ളമൊഴുകി പോയത് വ്യാപക കൃഷിനാശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും നഷ്ടപരിഹാരം തരണമെന്നും കർഷകർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വന്തം നിലയ്ക്ക് ഈ ബണ്ട് നിർമ്മിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ എന്നും കർഷകർ പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടിയ കനത്ത മഴയെ തുടർന്നാണ് ഇത്തരത്തിലൊരു കൃഷിനാശം സംഭവിച്ചത്. ശരി നടരാജ്, എന്തായാലും തൃശ്ശൂരിലെ തുലാപ്പെയ്ത്ത് കർഷകർക്ക് വലിയ വേദന ഉണ്ടാക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. വലിയ നഷ്ടവും ഉണ്ടായിരിക്കുന്നു. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ എങ്ങനെയാണ്